എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നിപ്പോൾ ഒരു വീഡിയോ കാണാൻ ഇടയായി. നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ ശശികല ടീച്ചറിൻ്റെ ഒരു പ്രസംഗമാണ്. അതിനെ വിമർശിച്ചും വിമർശിക്കാതെയും അതിനെ ന്യായീകരിച്ചുമൊക്കെ കുറച്ച് ആൾക്കാർ വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടു, വിമർശിച്ചിട്ടിരിക്കുന്നതും കണ്ടു. സത്യത്തിൽ ശശികല ടീച്ചറിന് എന്താ പറ്റിയേ? പട്ടികജാതിക്കാർ അല്ലെങ്കിൽ അത്തരം വിഭാഗക്കാർ തനതായ കലാരൂപങ്ങൾ മാത്രമേ അവതരിപ്പിക്കാവൂ എന്ന് ശശികല ടീച്ചറിന് എന്താ നിർബന്ധം? ആലോചിക്കേണ്ടുന്ന കാര്യം അത് കേട്ടോ. അതും ശശികല ടീച്ചർ പ്രസംഗിച്ച വേദി ഹിന്ദു ഐക്യവേദിയുടെ വേദിയാണ്. ഹിന്ദു ഐക്യവേദിയിൽ അത്തരം ഒരു പ്രസംഗം ശശികല ടീച്ചർ ചെയ്യണമെങ്കിൽ ശശികല ടീച്ചറിൻ്റെ മനസ്സിന് എന്തോ ഒരു പ്രോബ്ലം ശശികല ടീച്ചർക്ക് ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു നന്നാകണമെന്നല്ല, ആ ഉദ്ദേശത്തോടെയുള്ളൊരു പ്രസംഗമല്ല അതെന്ന് എനിക്ക് കൃത്യമായ ബോധ്യം നമുക്ക് തോന്നും. അത് കേട്ടാലറിയാം. തനതായ കലാരൂപം മാത്രം അവതരിപ്പിച്ചാൽ മതി. റാപ്പ് അത്ര മോശമാണെന്നൊന്നും അഭിപ്രായമൊന്നും മറ്റുള്ളവർക്കൊന്നും ഉണ്ടെന്നോ ശശികല ടീച്ചറിനുണ്ടോയെന്ന് എനിക്കറിയില്ല. ശശികല ടീച്ചറിൻ്റെ അഭിപ്രായങ്ങൾ പിന്തുടർന്നാണ് ഇവിടുത്തെ പട്ടികജാതിക്കാർ പോകണമെന്നുണ്ടോ? അങ്ങനാണോ ഉദ്ദേശിക്കുന്നത്? എന്തോ മനസ്സിലാകുന്നില്ല കേട്ടോ. നന്നായി വരട്ടെ കേട്ടോ, വളരെ നല്ല കാര്യങ്ങളാണ്. ഹിന്ദു ഐക്യവേദിയുടെ ഹിന്ദു ഐക്യം കൊള്ളാം, ബെസ്റ്റ് ഐക്യം. റാപ്പ് അവതരിപ്പിച്ചതിലോ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചതിൽ ഒക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. കഞ്ചാവ് അടിച്ചതൊക്കെ നിയമവിരുദ്ധമാണ്, അതൊക്കെ തെറ്റാണ്. അത് ബൈഡൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അത് മറ്റുള്ളവർ അനുകരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ വളർന്ന രീതിയെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒരു തെറ്റ് സമ്മതിച്ചാൽ അത് നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകണം. അയാൾക്ക് നന്നാകാനുള്ള അവസരം കൊടുക്കുക ചെയ്യേണ്ടത്. അതിനെ പട്ടികജാതിക്കാർ തനതായ കലാരൂപം തന്നെ അവതരിപ്പിച്ച് പോകണം, റാപ്പ് പാടില്ല അപ്പം നിങ്ങളൊരു ലിസ്റ്റ് ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്, ഇവിടുത്തെ പട്ടികജാതിക്കാർ എന്ത് ചെയ്യണമെന്ന്. കഷ്ടം, വളരെ മോശം, ഒന്നും പറയാനില്ല ടീച്ചറെ. അപ്പോൾ ശരി, ഹിന്ദു ഐക്യം നന്നായി വരട്ടെ. നമസ്തേ.